എനിക്ക് ഗുണമില്ലാത്ത ഒന്നിനും ഞാൻ കാശ് മുടക്കാറില്ല. നിന്നോട് എനിക്ക് പലിശ ചോദിക്കാൻ പറ്റോ? നീ എൻ്റെ സ്വന്തം ആളല്ലേ. ആട്ടെ, നിനക്ക് എത്ര രൂപയാ വേണ്ടത്? ഒരു 25,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ. 25,000? ഒന്ന് കുറച്ച് പിടിക്ക്. ശരിക്കും 50ന്റെ ആവശ്യമുണ്ട്. അത്രയും ചോദിച്ചാ തങ്കച്ചി തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച കുറച്ച് പറഞ്ഞത്. ഇതിന്നും താഴ്ത്താൻ പറയരുത്. ശരി, തന്നേക്കാം. പിന്നൊരു കാര്യം, ഉടനെ തിരിച്ചു തന്നേക്കണം. തരാം. എന്റെ കയ്യിൽ കാശ് വന്ന ആ നിമിഷം ഞാൻ തങ്കച്ചിക്ക് അത് തിരിച്ചു തരും. പിന്നെ വേറൊരു വ്യവസ്ഥ കൂടിയുണ്ട്. ഈ ഒരൊറ്റ തവണ ഞാൻ കാശ് തരും. ഇനി എന്നോട് ചോദിക്കരുത്. ചോദിച്ചാലും ഞാൻ തരില്ല. ഇല്ല തങ്കച്ചി, ഇനി ഒരിക്കലും ഞാൻ തങ്കച്ചിയോട് കാശ് ചോദിക്കില്ല. ശരി, എന്നാ വൈകിട്ട് കാണാം. കാശ് അപ്പം തരാം. വലിയ ഉപകാരം. എല്ലാം ഓർമ്മയുണ്ടായാൽ മതി. കാശ് വാങ്ങുമ്പോൾ കാണിക്കുന്ന ആത്മാർത്ഥതയും സ്നേഹമൊന്നും ഒരുത്തരും കാശ് തിരിച്ചു ചോദിക്കുമ്പോൾ കാണിക്കാറില്ല. ഞാനങ്ങനെ ആയിരിക്കില്ല തങ്കച്ചി. സഹായിച്ചവരെ ഞാൻ മറക്കാറില്ല. എന്നാ ഞാൻ പോട്ടെ. ശരി. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ച സാധിക്കൂ? അതുകൊണ്ട് നമ്മൾ മാറണം. എന്താ പ്രഭുമോൾ ഉദ്ദേശിക്കുന്നേ? വേറൊന്നുമല്ല, ദേവിക ഇനി നിങ്ങളെ ശത്രുവായിട്ട് കാണരുത്. അവളെ ഉള്ളൂ ഇനി നിങ്ങൾക്ക്. ആ വിചാരമായി മുന്നോട്ട് പോയാ സമാധാനം കിട്ടും. അപ്പൊ ശരത്തോ? ഞാൻ എന്റെ സുതിമോന്റെ സ്ഥാനത്താ ശരത്തിനെ കാണുന്നത്. അവൻ ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകില്ലെന്ന വിശ്വാസം ഞങ്ങൾക്ക്. അവൻ വിട്ടുപോകൊന്നുമില്ല. എന്നാലും അവൻ ചെറുപ്പമല്ലേ, അവനും ഒരു കുടുംബമൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടായിക്കോട്ടെ. ഇനിയുള്ള കാലം മുഴുവൻ ആരെയും കല്യാണം കഴിക്കാതെ ഒറ്റാൻ തടിയായിട്ട് നിൽക്കണമെന്നൊന്നും ഞങ്ങൾ വാശി പിടിക്കില്ല. കല്യാണം കഴിഞ്ഞാലും ആ കൊച്ചിനെയും കൊണ്ട് ഇവിടെ താമസിക്കാലോ. അതെ, അതല്ലേ നല്ലത്. അതല്ല, ദുബായിക്ക് പോയേ തീരൂന്നാണെങ്കിൽ. ഇവിടെ ദുബായിക്ക്. ദുബായ്? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദുബായ് അല്ല എന്തും ഉപേക്ഷിക്കും. കാരണം അത്ര നല്ലവരാ നിങ്ങൾ. ദേവികയാണെങ്കിലും കല്യാണം കഴിഞ്ഞങ്ങ് പോവും. ഇവിടെ അവളെ പിടിച്ചു നിർത്തുന്ന എന്താ ഇനിയുള്ളത്? ഞങ്ങളെ മറക്കാൻ പിന്നെ അധിക സമയമൊന്നും വേണ്ട. ശരത്തുമോൻ അങ്ങനല്ല. ഞങ്ങൾ പറയുന്നതില് പ്രഭാവതിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഏയ്, ഒരു എതിർപ്പുമില്ല. ഇങ്ങനെ തന്നെയാ വേണ്ടത്. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞേനെ. നിങ്ങളത് ചെയ്തില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. കഴിഞ്ഞതൊന്നും മറക്കുന്ന കൂട്ടരല്ല പ്രഭാവതി ഞങ്ങള്. പലരും പല രീതിയിൽ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ ശരത്തുമോനും പ്രഭാവതിയും ഞങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ. അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. മറന്ന അത് നന്ദികേടാവും. ആ നന്ദികേട് ഞങ്ങൾ ഒരിക്കലും കാണിക്കില്ല. പോലീസ് അന്വേഷണം കാര്യമായിട്ട് നടന്ന പ്രതിയെ പിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് കൃത്യമായിട്ട് നടക്കണം. നടക്കില്ല എന്ന് തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ? നടക്കില്ലെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ നടന്നു. സുധിയേട്ടൻ മരിച്ചു, ആ നടേശനും മരിച്ചു, റൂബിയും മരിച്ചു.
സുധിയേട്ടന്റെ അച്ഛൻ മരണത്തിന്റെ വക്ക് വരെ എത്തിയിട്ട് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഇതിന്റെയൊക്കെ കാരണക്കാരനെ കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെ പറ്റിയോ? റൂബിയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിപ്പോ ആ അന്വേഷണം എവിടെ വരെ എത്തുന്നു കണ്ട